ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാണ് സൈവാളിൻ്റെ കുട്ടികൾ കേട്ടോ. അത് സൈവാളിന് പറഞ്ഞ പശുക്കളെ ഞാൻ കാണിച്ചു തരാം. ശരി. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പഞ്ചഗവ്യ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. പഞ്ചഗവ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. ഇത് ചെടികൾക്കും മൃഗങ്ങൾക്ക്, ആട്, പശു, കോഴി ഇതിനൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് ഈ പഞ്ചഗവ്യ. ഒരു ചെടികൾക്കൊരു ബൂസ്റ്റ് ആണ് ഈ പഞ്ചഗവ്യ എന്ന് പറയുന്നത്. അതൊഴിച്ചാൽ വേഗം പൂക്കുകയും കായ്ക്കുകയും നല്ല വളർച്ചയും ഉണ്ടാവും ചെടികൾക്ക്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് പശുവിൻ്റെ 5 സാധനങ്ങളാണ്. ഒന്ന് ചാണകം. ഇത് നാടൻ പശുവിൻ്റെ നമ്മളെ ബ്രീഡ്, അതിൻ്റെ ചാണകം. ഇതിൻ്റെ ചാണകത്തിന് തന്നെ ഒരു പ്രത്യേകത കണ്ടില്ല, നമ്മുടെ കയ്യിലൊന്നും ആവില്ല, നല്ല ഒരു ഓയിലി ഒരു തോന്നും. സാധാരണ പശുവിൻ്റെ HFൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അളിപിളിയുന്നുണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ നാടൻ പശുവിൻ്റെ ചാണകം, നാടൻ പശുവിൻ്റെ മൂത്രം, നാടൻ പശുവിൻ്റെ പാല്, പാലൊഴിക്കും. 2 ലിറ്ററാണ് കേട്ടോ പാല്. രണ്ട് ലിറ്റർ നാടൻ തൈര് ഒഴിക്കുന്നു. ത്തിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പശുവിൻ്റെ മൂത്രമാണ്. അപ്പോൾ അത് നമ്മൾ വലിയൊരു ഡബ്ബയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് 3 ലിറ്റർ ഗോമൂത്രം. ഇത് ഞാൻ രാവിലത്തെ മൂത്രം എടുത്ത് വെച്ചതാണ്. അത് പഴം, 1 കിലോ പഴം മുറിച്ചിടുക. നല്ല പഴുത്ത പഴമായിരിക്കണം. പാളയംകോടൻ പഴം കിട്ടിയാൽ അത്രയും നല്ലത്. മിശ്രിതത്തിലേക്ക് ചേർക്കേണ്ടത് 3 ലിറ്റർ ഇളനീ വെള്ളമാണ്. നെക്സ്റ്റ് ഇതിൽ ചേർക്കാനുള്ളത് ശർക്കരയാണ്. ഞാൻ 1 കിലോ ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ മിശ്രിതം 14 ദിവസം നമ്മൾ രാവിലെയും വൈകിട്ടും ക്ലോക്ക് വൈസ് ആക്കിയിട്ട്
ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനായിട്ട് നമ്മൾ നല്ലൊരു വൃത്തിയുള്ള വടി എടുക്കുക. എന്നിട്ടിത് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. 14 ദിവസത്തിന് ശേഷം നമുക്ക് ഇത് 10 ലിറ്റർ വെള്ളത്തിൽ ഈ 1 ലിറ്റർ പഞ്ചഗവ്യം ഡൈല്യൂട്ട് ആക്കിയിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാം. ഇത് ഏറ്റവും നല്ലൊരു ബൂസ്റ്ററാണ് നമ്മളെ പ്ലാന്റ്സിലുള്ള. ഇതാണ് എൻ്റെ കോഴിഫാം. ഇതിൽ 33 ദിവസം പ്രായമായ കോഴികളാണിത്. അവർക്ക് തീറ്റിട്ട് കൊടുക്കുന്ന സമയമാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ്. നമ്മുടെ ഫാമിൽ മഴയായിട്ട് ഭയങ്കര ചളിയായിട്ട് നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻ്റർലോക്ക് ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചെടി കണ്ടില്ലേ, ഈ ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പറയാം. ഇതാണ് ജഡായു എന്ന് പറഞ്ഞ ചെടിയാണിത്. ഇവിടെ 2-3 എണ്ണം നട്ടിട്ടുണ്ട്. ഈ എൻ്റെ സിസ്റ്ററാണ് സൂര്യപ്രിയ. അവർ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ ജോലി ചെയ്യുന്നവരെ അമ്മയാണ്. ഫാമിൽ ജോലി ചെയ്യുന്നവർ ഇതാ അവിടെ. ഫാമിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.